മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, താങ്കൾക്ക് മറുപടി പറയാം. പട്ടിക ഇന്നാണ് പുറത്തിറങ്ങിയത്. ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാരെക്കുറിച്ച് അതിൻ്റെ നേതാക്കന്മാരെക്കുറിച്ച് കോൺഗ്രസ് പോലെയാണ് ആ പാർട്ടിയെന്ന് ധരിച്ചിട്ടാണ് പറയുന്നത്. പാർലമെൻ്ററി പ്രവർത്തനമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മഹോന്നതമായ പദവി എന്നാണ് അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത്. ഞങ്ങളതല്ല. ഞങ്ങൾ പാർട്ടിയുടെ പ്രവർത്തനവും തൊഴിലാളി പ്രവർത്തനവും ബഹുജന സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും പാർലമെൻ്ററി പ്രവർത്തനവും ഒരുപോലെ കാണുന്നവരാണ്. നിയമസഭ മത്സരിക്കാൻ പറഞ്ഞാൽ അവിടെ മത്സരിക്കും. ഇപ്പുറത്ത് മാറി ഏതെങ്കിലും തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കാം. ഇത് രണ്ടും തുല്യമായി കാണുന്നവരാണ്. അതിലെന്തോ വലിയ മഹാത്മ്യമുണ്ട് എന്ന് കരുതുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു മോഹത്തിൻ്റെ കാര്യമില്ല. എല്ലാം ഒരേ പണിയാണ് ചെയ്യുന്നത്. മാത്രമല്ല, മത്സരിക്കാൻ മറ്റു ചില ഘടകങ്ങൾ പ്രധാനമാണ്. അപ്പോൾ സഖാക്കളാകണമെന്നില്ല മത്സരിക്കാൻ, അങ്ങനെയും വരാം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല. പഴയ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പഴയ പാർട്ടിയല്ല, ഇപ്പോഴത്തെയും പാർട്ടി ഞങ്ങളിന്ന് വഹിക്കുന്ന പാർട്ടികൾ വഹിക്കുന്ന സ്ഥാനങ്ങളെക്കാൾ മഹത്തരമാണ് MP സ്ഥാനം, മന്ത്രിസ്ഥാനം, MLA സ്ഥാനം ഞങ്ങൾ കരുതിയിട്ടില്ല. അതുകൊണ്ടാണ് MLA ആവാത്ത ആളുടെ മുഖ്യമന്ത്രിയാക്കുന്നത്. കരുതിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ മത്സരിക്കാൻ ഒക്കൂല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടാവും. മത്സരിക്കാൻ ഒക്കൂല അല്ലല്ലോ. അവർ തീരുമാനിച്ചാൽ പോയി നിർബന്ധമായി മത്സരിക്കണം. അല്ല, ഒരു കാര്യം മനസ്സിലാക്കും. നിങ്ങൾ പോയി ഇന്ന പണി ഏക്കണമെന്ന് പറഞ്ഞാൽ ഒക്കൂല, പിന്നെ ഈ പാർട്ടി നിൽക്കാൻ ഒക്കില്ല. ഈ പാർട്ടിയിൽ നിൽക്കാനൊക്കില്ല. നിങ്ങൾ ഈ പാർലമെന്റ് സ്ഥാനവും MP സ്ഥാനവും മന്ത്രിസ്ഥാനമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും മഹോന്നതമായ. പിന്നെ നിങ്ങൾ ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു. എന്താ നിങ്ങൾ ഇത്രയും കിടന്ന് പിടയ്ക്കുന്ന? PV അൻവർ വന്നപ്പോ PV അൻവർ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന ആളാണ്. നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന ആളാണ്. നിങ്ങളുടെ പാർട്ടിയിൽ നിന്നപ്പോ ആൾ കൊള്ളാം, ഇപ്പുറത്ത് വന്നപ്പോ മോശം. പാർലമെന്ററി സംവിധാനത്തിൽ എതിരാളിയെ, എതിർ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ പാർട്ടി ടാക്ടിക്കൽ അപ്രോച്ച് എടുക്കും. നിങ്ങൾ വന്ന ദിവസം മുതൽ നിങ്ങൾക്ക് ഒരു വെപ്രാളം തന്നെ, വലിയ വെപ്രാളം തന്നെ. നിങ്ങൾക്ക് അത് സുനിശ്ചിതമാണെങ്കിൽ നിങ്ങൾ ഈ വെപ്രാളം കാണിക്കില്ലല്ലോ. വെപ്രാളം കാണിക്കില്ല. നിങ്ങളുടെ സ്ഥാനാർത്ഥികളാകാനുള്ള സഖാക്കന്മാർ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം വിജയരാഘവനൊക്കെ കോഴിക്കോട് മത്സരിച്ച് പരാജയപ്പെട്ട ആളുകളല്ലേ? അങ്ങൊരു സെക്രട്ടേറിയറ്റ് മെമ്പറാണല്ലോ. വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ. അതുപോലെ തന്നെ ഞാൻ മുമ്പേ ചോദിച്ച MV ഗോവിന്ദ മാഷ് മിടുക്കനായ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറാണല്ലോ. അവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് PV അൻവറിനെ പോലെ ഒരാളെ കൊടുക്കണമെങ്കിൽ അദ്ദേഹം മറ്റു പാർട്ടിയിൽ നിന്ന് ഒന്നാണെന്ന് സംബന്ധിച്ച് ഞങ്ങൾ സമ്മതിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ സഹാക്കന്മാർക്കെല്ലാം മുകളിൽ കഴിവുള്ള ആളാണെങ്കിൽ ഏത് കഴിവാണ് അദ്ദേഹത്തിനുള്ളതെന്ന് പറയണം. ജോയ്സ് ജോർജിന് എന്ത് കഴിവാണെന്ന് നമുക്ക് പറയണം. അവിടെയാണ് പ്രശ്നം. വിജയരാഘവനോ MV ഗോവിന്ദനോ ഞാനോ നമ്മുടെ പാർട്ടിയിലുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനം ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളിലേക്ക് എറണാകുളത്ത് ഹൈബി ഈഡനാണ് സ്ഥാനാർത്ഥി. എറണാകുളത്ത് ഹൈബി ഈഡനാണ് സ്ഥാനാർത്ഥി. ഗ്രൂപ്പ് തർക്കമായിരിക്കില്ല. പക്ഷേ എറണാകുളത്ത് KV തോമസ് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ സ്ഥാനാർത്ഥി ആകും മൂന്നാം തവണയും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ എത്തുകയും ചെയ്തിരുന്നു. എറണാകുളത്ത് ഹൈബി ആയിരിക്കും. ഈ P രാജീവ് എന്തിന് മത്സരിക്കുന്നു, P രാജീവിന് എന്ത് യോഗ്യതയാണുള്ളതെന്ന് താങ്കൾ ചോദിക്കുമ്പോൾ P രാജീവിനെ വെല്ലാൻ ഒരു ചെറുപ്പക്കാരൻ വേണമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഹൈബിയെ നിർത്തിയിരിക്കുന്നു. സ്മൃതി, തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, മറുപടി പറയുന്നേ. നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇതിനകത്ത് ചെറുപ്പക്കാര് യുവാക്കളും കടന്നു വരണമെന്ന് പറയുന്നു. വന്നല്ലോ. ഞാൻ ചോദിച്ചു നേരത്തെ P രാജീവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ പറയുമ്പോൾ ഹൈബി എന്ന പേര് എങ്ങനെ കടന്നു എന്ന കാര്യത്തിലേക്കാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഹൈബി ഈഡനെ സംബന്ധിച്ച് അദ്ദേഹം ആ എറണാകുളത്ത് ഏറ്റവും സർവ്വസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ ഇനി കൊണ്ടുവരണം എന്ന് പാർട്ടി തീരുമാനിച്ചാൽ അദ്ദേഹം വരിക തന്നെ ചെയ്യും. അതിന് ഞങ്ങൾ എതിർ സ്ഥാനാർത്ഥിയുടെ സൗന്ദര്യവും അദ്ദേഹത്തിന്റെ ഹൈബി ഈഡൻ എന്ന വ്യക്തിയെ, ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നു എന്നുള്ള കാര്യം നല്ല കാര്യം തന്നെയാണ്. അതിനെന്തൊക്കെ ഘടകങ്ങളായിട്ടുള്ള എന്താണ് കാരണം എന്നുള്ള പ്രധാന ഘടകമാണ് ഞാൻ താങ്കളോട് ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, ഈ അസംബ്ലിയിൽ LDF ആണല്ലോ ഭരിക്കുന്നത്, ആണല്ലോ, ഭൂരിപക്ഷം അവർക്കാണല്ലോ. ഞങ്ങളുടെ ഏരിയയിൽ പ്രതിപക്ഷത്ത് എത്ര ചെറുപ്പക്കാരാവുള്ളത് നിങ്ങൾ നോക്കി.
അപ്പുറത്ത് ഒന്നോ രണ്ടോ പേരെ ചൂണ്ടിക്കാണിക്കാം. ഹൈബി, റോജി എം ജോൺ, അൻവർ സാദത്ത്, പിന്നെ പെരുമ്പാവൂർ MLA ശബരിനാഥ്, വിൻസെന്റ് എത്ര പേര് നിങ്ങൾ അസ്വസ്ഥരാവണ്ടേ? നിങ്ങൾക്ക് ഒന്നിനും കിട്ടുന്നില്ലല്ലോ. ഒരു കാര്യം പ്രധാനമാണ് ശ്രീ ചാമക്കാല. ഈ KV തോമസ് ഓരോ ഘട്ടത്തിലും മോദിയെ വിമർശിക്കേണ്ട ഘട്ടങ്ങളിൽ വളരെ ബുദ്ധിപരമായ ഒരു നിലപാടെടുക്കുകയും അതിശക്തമായ സമീപനം എടുക്കാതിരിക്കുകയും മോദി നല്ല പ്രധാനമന്ത്രിയാണ്, അതേസമയം ചില കാര്യങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു എന്ന മട്ടിലൊക്കെ പറഞ്ഞു പോവുകയും വളരെ സൂത്രത്തിൽ നിൽക്കുന്ന ഒരു നേതാവായി പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. നിർണായകമായ ഘട്ടങ്ങളിൽ പോലും മോദി വിമർശിക്കേണ്ട ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം അത് നടത്തിയിട്ടില്ല. അതിനൊരു മറുപടിയാകുന്നു ഹൈബി എന്ന് പറഞ്ഞാൽ, എന്ന് വ്യാഖ്യാനിച്ചാൽ നിങ്ങൾക്ക് ഹൈബിയെ കൊണ്ടുവന്നാൽ അത് പിന്നെ എന്താ പറയുക, KV തോമസിനെതിരായിട്ട് കുറെ അങ്ങനെ മാറ്റി പറയില്ല. ജ്യോതികുമാർ നേരത്തെ പറഞ്ഞത് P രാജീവ് എന്ന സ്ഥാനാർത്ഥി ഒട്ടും വിജയ സാധ്യത ഇല്ലാത്ത ഒരാൾ, എന്തിനാ അയാൾക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുന്നു താങ്കൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോഴാണ് P രാജാവിന്റെ പ്രാധാന്യം കണ്ടുകൊണ്ടാണ് അവിടെ ഹൈബി വന്നത് ഞാൻ സമർത്ഥിച്ചത്. അത്രയേ ഉള്ളൂ. എനിക്ക് P രാജീവിന് വേണ്ടി പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് സ്മൃതി ആദ്യം മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞത് എന്താണ്, P രാജീവിനെ പോലെ നിങ്ങൾ ഒരാളെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിനേക്കാൾ സീനിയേഴ്സായ എത്രയോ കേമന്മാർ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. സീനിയേഴ്സിനെ ഞങ്ങളുടെ ഭാഗത്ത് സീനിയേഴ്സ് ഇല്ല. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ നിർന്നോട്ടെ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സീനിയേഴ്സ് എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സീനിയേഴ്സ് എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്ത് സീനിയേഴ്സിനെ മാറ്റി നിർത്തിയിട്ടാണ് ഇത്തരത്തിൽ ആളുകൾ വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ശ്രീ KV തോമസ് പരിണതപ്രജ്ഞനായ നേതാവാണ്, വളരെ സീനിയർ നേതാവാണ്, കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്, സംസ്ഥാന മന്ത്രിയായിരുന്ന ആളാണ്, ഒക്കെ ശരിയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഹൈബി ഈഡിനെ ഫീൽഡ് ചെയ്യണമെന്ന് തോന്നി, ചെറുപ്പക്കാരെ കൊണ്ടുവരണം തോന്നി, പാർലമെന്റിലേക്ക് യുവാക്കളുടെ പ്രാതിനിധ്യം വേണം. ശ്രീ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് വന്നതിന് ശേഷം നിഷ്കർഷിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ യുവാക്കളെ സംബന്ധിച്ചാലും വനിതകളെ സംബന്ധിച്ചാലും ഒക്കെ കാര്യങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വന്നിരിക്കുന്നു. അതിനെ പോസിറ്റീവായി കാണാൻ ശ്രമിക്കണമെന്ന് സ്മൃതിയെ പോലെ ഒരാൾ അതിനകത്ത്. അപ്പോൾ ഉടനെ KV തോമസിന്റെ പിന്നെ ദോഷവശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചേഞ്ച് പോകുകയല്ല യഥാർത്ഥ പൊതുപ്രവർത്തനം. അതിനകത്ത് പോസിറ്റീവ് സൈഡ് കാണുക എന്നുള്ളതാണ് യഥാർത്ഥ പത്രപ്രവർത്തനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് തീർത്തിട്ടങ്ങ് വന്നു. ഇപ്പോൾ ഈ വാർത്ത വന്നുകൊണ്ടല്ലേ പോയത്. പിന്നെ പത്മകുമാർ പറഞ്ഞു ഡൈങ് ഹാർനസിനെ കുറിച്ചൊക്കെ. ഈ അൻവർ സാദത്ത് എങ്ങനെ വന്നതാ? അവൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി MLA ആയത് രണ്ടാമത്തെ ടൈമോ മൂന്നാമത്തെ ടൈമോ ആണ്. ഇപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് റോജി എം ജോൺ NSUവിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പുറത്ത് എൽദോസ് കുന്നപ്പള്ളി എങ്ങനെ വന്നതാ? ഇതൊക്കെ ഞങ്ങൾ താഴെ കിടയിൽ കണ്ടെത്തി ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചു വന്ന ആളാണ്. ഞങ്ങൾ കണ്ടെത്തി. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ കഴിയാത്തതിന് ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? പത്മകുമാറെ, BJP ജനങ്ങൾ അംഗീകരിക്കാതെ ഞങ്ങൾ ചെയ്യാൻ പറ്റും കൊടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. എല്ലാ ഘട്ടത്തിലും മുതിർന്ന നേതാക്കൾ മാത്രം എന്നുള്ള സാഹചര്യത്തിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ളത് പ്രധാനം തന്നെയാണ്. തിരിച്ചെത്താൻ ഇടവേളയ്ക്ക് ശേഷം. ഈ 13 മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലെ പേരുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് KV തോമസിന് സീറ്റില്ല എന്നുള്ളത് പ്രധാനമാണ്. അവിടെ ഹൈബി ഈഡൻ മത്സരിക്കും. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഏതായാലും ശക്തമായ മത്സരമാകുമെന്നുള്ള കാര്യം ഉറപ്പായി. പ്രമുഖ നേതാക്കളില്ല എന്ന് പറയുമ്പോൾ തലമുതിർന്ന നേതാക്കൾ അവരെ ഒഴിവാക്കുന്നു, പുതുനിര വരുന്നു. അതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ചാമക്കാല പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടാണല്ലോ ഈ പരിചയ സമ്പത്തുള്ള പഴക്കവും പാരമ്പര്യമുള്ള KV തോമസിനെ ഒഴിവാക്കുന്നത്. എന്ത് മര്യാദയാണ് കാണിക്കുന്നത്? ഞങ്ങൾ ഒഴിവാക്കുന്നു തന്നെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളാണ് പറഞ്ഞത് മാറി നിൽക്കുന്നു. അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു. അദ്ദേഹം എത്രയോ കാലമായി ഇതിനുവേണ്ടി നടക്കുന്നു. 3 പ്രാവശ്യം MLA ആളാണ്. അദ്ദേഹത്തിന്റെ ഈ സമയത്തെങ്കിലും അദ്ദേഹത്തിന് ഒരു പാർലമെന്റ് സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ MP ആക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാത്ത പാർട്ടിയോട് നമുക്ക് സഹതപിക്കാനേ കഴിയുന്നുള്ളൂ. ഞാൻ പറയുന്നതിന് പറയാനുള്ള അവസരം തരുമോ? തൊഴിലാളികൾക്ക് രാഷ്ട്രീയ പാർട്ടിയും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിൻ്റെയും ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാട്. നിങ്ങൾ അക്കാര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം പോലെ എഴുതുന്നതാണ്. നിങ്ങൾക്ക് ഈ പദവി കിട്ടിയാൽ ആ പദവി കിട്ടാൻ വേണ്ടിയാണല്ലോ ചാടി BJP മാറുന്നോ?
കേരളത്തിൽ നിങ്ങളുടെ യുപിയുടെ PCC പോലെ ഒന്നോ രണ്ടോ പേരുടെ BJP സ്ഥാനം ഏതായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ദയവായി സഹകരിക്കുക. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പുതിയ വിവരം കൂടി പുറത്തു വരുന്നു. ഈ വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് അടുത്തറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അല്പസമയത്തിനകം തന്നെ കാര്യങ്ങളിലൊരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റ് 3 മണ്ഡലങ്ങൾ വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ തീരുമാനം നാളെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കും എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.